ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നുണ്ട്. എല്ലാവരും ചോദിക്കും നമ്മുടെ എല്ലാം ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്, പക്ഷെ റേറ്റ് നമുക്ക് ഉണ്ടാവാതെ വരില്ല. കാരണം ഞാനിതെല്ലാം ഒരു ഹോൾസെയിലിൽ എടുക്കുന്നതോ ഒന്നല്ല. ഞാൻ എവിടെ മെറ്റീരിയൽസ് കണ്ടാലും പർച്ചേസ് ചെയ്യും. എന്ന് വെച്ചാൽ അത് ഏത് ഷോപ്പിൽ നിന്നായാലും വലിയ റേറ്റ് കൊടുത്തിട്ടായാലും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ആവും. പിന്നെ സ്റ്റിച്ചിങ് കോസ്റ്റ് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആണെങ്കിൽ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു പീസ് വെച്ചേക്കണമെന്ന് നമ്മൾ തോന്നുള്ളൂ. പക്ഷെ അത് മെറ്റീരിയൽ എത്ര എടുക്കുന്നു അത് മാത്രമല്ല, സ്റ്റിച്ചിങ് കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. ഈ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഒത്തിരി ടൈം എടുത്ത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഗ്യാദേഴ്സ് അല്ല, പ്ലീറ്റ്സ് ആണ്. അപ്പൊ ഞാൻ ഇത് കുറച്ചൊരു ഇങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളി ഡാർക്ക് മെറൂൺ അല്ല, കാപ്പി കളറാണ് കേട്ടോ, കോഫി കളറ്. ആ നല്ല ഡാർക്ക് കളറാണ്, എല്ലാവർക്കും നല്ല ഫെയർ ആയിട്ട് തോന്നുന്ന കളറാണ് കേട്ടോ. അപ്പം ഇതിന്റെ നെക്കിലോട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു പടിയിൽ ഒരു എംബ്രോയിഡറി വരുന്ന ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. വീനൊക്കെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് നല്ല എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന കളറുമാണ്. ഇതുപോലെ പ്ലീറ്റ്സ് വരുമ്പോൾ നല്ല സ്ലിം ആയിട്ട് തോന്നും. ട്രൈ നോക്കണം കേട്ടോ. ഈ പ്ലീറ്റ്സ് വരുമ്പോൾ വണ്ണം തോന്നുന്ന എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ പാറ്റേൺ ഇടുള്ളൂ. അത്രയും നമുക്ക് സ്ലിം ആയിട്ട് തോന്നും. ഇപ്പം ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ യോക്കിലോട്ട് ഈ ഒരു ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. ശരിക്കും ഒരു ഹാൻഡ് വർക്ക് ത്രെഡ് കൊണ്ട് ചെയ്തേക്കണ പോലെ തന്നെ ഉണ്ട്. നമ്മൾ ആ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് സ്ലീവിലോട്ട് വെച്ചിട്ടില്ല. സ്ലീവ് ഒക്കെ വെക്കുമ്പോൾ ഈ കോമൺ ആയിട്ട് തന്നെ വരും. ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇത് നമുക്കൊരു റേറ്റ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ 1650 പ്ലസ് ഷിപ്പിംഗ് ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ സ്റ്റിച്ചിങ് കോസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു റേഞ്ച് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റിച്ചിങ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇതൊരു പാറ്റേൺ. പിന്നെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേറൊരു പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. സെയിം ഈ കളറിലോട്ട് ഇതുപോലെ നെക്കിലോട്ട് ഇതുപോലെ ഒരു നല്ല, അതും ഒരു ഡിസൈനർ ഫാബ്രിക് ആണ് വെച്ചേക്കണെങ്കിലും ഒരു ഹാൻഡ് വർക്ക് പോലെ നമ്മൾ ഇടുമ്പോൾ എത്ര കോസ്റ്റ് ഉള്ളതായാലും കൂടിയതായാലും കുറഞ്ഞതായാലും നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നണമല്ലോ. ഇടുമ്പോൾ നല്ല ഭംഗി അത് ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാനിത് ഈ പാറ്റേണും വേറെ ഇത് കാണിച്ചു തരാം. ബാക്ക് സൈഡ് എങ്ങനെയാണ് കളറ്, ഇതേപോലെ ഇതിന്റെ ഒരു ഡാർക്ക് ഒരു കോഫി കളർ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാറ്റേൺ ഏത് കളറിലോട്ട് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ബോട്ടിൽ ഗ്രീനോ റോയൽ ബ്ലൂ പിന്നെ റെഡ് മെറൂണ് എങ്ങനെ വേണമെങ്കിലും. പക്ഷെ കളർ എന്നോട് ചോദിക്കരുത്. ഞാൻ അയച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് കളർ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ എനിക്കൊരു കളർ ഇട്ട് തന്നാൽ ആ കളറിലോട്ട് ചെയ്യാം. സെയിം ഈ ഒരു ഫാബ്രിക് തന്നെ വെച്ചിട്ടായിരിക്കും കേട്ടോ. ഇതിനകത്ത് വരുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് വരും. ആ കളറിന് നിങ്ങൾ ഏത് കളറാണോ പറയുന്നത് അതിനകത്തോട്ട് സ്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ഫാബ്രിക് ആയിരിക്കും വെക്കുന്നത്. ഞാൻ കളർ കസ്റ്റമൈസേഷൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കളറാണ് ഉള്ളതെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഞാൻ കളർ അയച്ചു വരുമ്പോൾ ഡിഫറൻസ് വരും. ഏത് കളറിലോട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഏറ്റവും ഭംഗി ഇങ്ങനത്തെ കളറാണ്. ബ്ലാക്ക് നല്ല ഭംഗിയാണ് ബ്ലാക്കിലോട്ടൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. വി കോളർ വെച്ചിട്ട് ഇതുപോലെ മിഡിൽ പീസ് ഒക്കെ വെച്ചിട്ട് നല്ല എന്താ പറയാ, സ്ലീവിലോട്ടൊന്നും ബോർഡർ വെച്ചിട്ടില്ല. ലെങ്ത് 48 വരുന്നുണ്ട്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 1750 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ചെയ്തെടുക്കുന്ന പാറ്റേണിന് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.